അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ്സിലെ അഖീദ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ 8, 9, 10 പാഠങ്ങളാണ്. അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 15-20 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. ബാക്കി ചോദ്യങ്ങൾ നേരത്തെ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ വരാൻ പോകുന്ന കൊല്ലപരീക്ഷയ്ക്ക്, വാർഷിക പരീക്ഷയ്ക്ക് 1ാമത്തെ പാഠം മുതൽ അവസാനത്തെ പാഠം വരെ മുഴുവനായിട്ട് പഠിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ പാഠങ്ങളൊക്കെ റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 7ാം പാഠം വരെ നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 8, 9, 10 നോക്കിയിട്ട് സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് 1ാം പാഠം മുതൽ ഒന്ന് റിവിഷൻ ചെയ്യാം. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് മുഅ്ജിസത്ത് എന്താണ്. അപ്പോൾ ആരാണ് നബിമാർ നമ്മൾ ആദ്യം പഠിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതിനേൽപ്പിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ആരാണ് പ്രവാചകന്മാർ അല്ലെങ്കിൽ ആരാണ് നബിമാർ? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. പഠിച്ചില്ലേ? അടുത്തത്, എന്താണ് മുഅ്ജിസത്ത്? നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്നുണ്ടാകും. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാകും. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തൽ എങ്ങനെ എഴുതാൻ നോക്കുക. കണ്ടില്ലേ? അക്ഷരത്തെറ്റ് വരുത്തത്. ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്നുണ്ടാകും. അതാണ് മുഅ്ജിസത്ത്. ഇനി ഇങ്ങനെയും എഴുതാം, നബിമാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. അങ്ങനെയും എഴുതാം. എന്നെഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ നബിമാർ ആരാണ്, മുഅ്ജിസത്ത് എന്നാൽ എന്താണ്? പിന്നെ ഇനി നമ്മൾ പുതിയ പഠിക്കാനുള്ളത് മാജിക്കും അതുപോലെ തന്നെ കൺകെട്ട് തുടങ്ങിയവയൊക്കെ അസാധാരണ സംഭവങ്ങളാണ്. അസാധാരണ സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ അല്ലാത്തത്. ഇപ്പം നമ്മൾ സാധാരണ ഒരൊട്ടകം പ്രസവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരൊട്ടക്കുഞ്ഞിനെ പ്രസവിക്കും അല്ലേ? എന്നാൽ ഒരു പാറ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഒട്ടകക്കുട്ടി വരിക എന്ന് പറഞ്ഞാൽ അത് സാധാരണയാണോ? അല്ല, അത് അസാധാരണയാണ്. നല്ല കത്തുന്ന തീയിലേക്ക് ഒരാൾ പോയാൽ അയാൾ കരിഞ്ഞിട്ടാണ് തിരിച്ചു വരിക അല്ലേ? അയാൾ കരിക്കട്ടായി പോകും. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടിട്ട് എന്തായില്ല? ഒരു പോറലും സംഭവിച്ചിട്ടില്ല. അപ്പൊ സാധാരണയാണത്? അല്ല, അസാധാരണയാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. അപ്പൊ അസാധാരണ സംഭവങ്ങൾ അവരിൽ നിന്നുണ്ടാകും. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. എന്നാൽ മാജിക്കും അതേപോലെ കുറേയൊക്കെ അസാധാരണ സംഭവങ്ങളല്ലേ? നിങ്ങൾ പല മാജിക് ഷോകളും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൽ പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ടാവും. പക്ഷേ ആ അത്ഭുതങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുഅ്ജിസത്ത് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും അള്ളാഹു അവൻ്റെ അംബിയാ മുർസലുകൾക്ക് മാത്രം നൽകുന്നതുമായ പ്രത്യേക കഴിവുകളാണ്. പഠിച്ചോ? മുഅ്ജിസത്ത് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും അള്ളാഹുവിൻ്റെ അംബിയാ മുർസലുകൾക്ക് മാത്രം നൽകുന്നതുമായ പ്രത്യേക കഴിവുകളാണ്. ഇനി ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ട്. എന്താണ്? ജനങ്ങളെ കബളിപ്പിക്കുകയും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് മാജിക്കുകൾ. ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഓരോ മാജിക്കുകളും ചെയ്യുന്നത്. അപ്പോൾ അസാധാരണ സംഭവങ്ങളാണെങ്കിലും അവ സാധാരണ മനുഷ്യർക്ക് അഭ്യസിച്ചു ചെയ്യാൻ കഴിയുന്നതാണ്. ഈ പോയിന്റും കൂടി പഠിക്കണം. മാജിക്ക് സാധാരണ മനുഷ്യർക്ക് അഭ്യസിച്ച് പഠിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. എന്താ പഠിച്ചത്? മാജിക്ക് സാധാരണ മനുഷ്യർക്ക് അഭ്യസിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ മുഅ്ജിസത്ത് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കണം. സാധാരണ മനുഷ്യർക്ക് അഭ്യസിച്ച് ചെയ്യാൻ കഴിയും മാജിക്ക്. മുഅ്ജിസത്ത് സാധാരണ ജനങ്ങൾക്ക് അഭ്യസിച്ച് ചെയ്യാൻ കഴിയാത്തതും അള്ളാഹു അവൻ്റെ അംബിയാ മുർസലുകൾക്ക് മാത്രം നൽകുന്നതുമായ പ്രത്യേക കഴിവുകളാണ് മുഅ്ജിസത്ത്. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത്, നമുക്ക് കുറേ സംഭവങ്ങൾ തരും. ഇത് ഏത് നബിൻ്റെതാണെന്ന് വേർതിരിക്കാണ്ടാവും. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ 3 സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നെന്താണ്? മൂസാ നബി അലൈഹി സ്വലാം മലയുടെ മുകളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ വഴി അറിയാതെ ഇരിക്കുന്ന സമയത്ത് കൈ പ്രകാശിച്ചു.
രാത്രി നല്ല ഇരുട്ടത്ത് പോകുന്ന സമയത്ത് കൈ പ്രകാശിച്ചു, ടോർച്ചിന് പകരം. അത് അള്ളാഹു കൊടുത്ത കഴിവാണ്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി നിലത്തിട്ട എന്താകും? പാമ്പാകും. പിന്നെ അതുപോലെ മൂസാ നബി അലൈഹി സ്വലാം ആ വടി കൊണ്ട് ഒരു കല്ലിനെ അടിച്ചപ്പോൾ ആ കല്ല് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വെള്ളം വന്നു. അപ്പൊ കല്ല് പിളർന്ന് വെള്ളം വന്നു. അപ്പൊ ഈ 3 ചരിത്രങ്ങളും മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് തന്നിട്ട് ഇത് ഏത് നബിൻ്റെ ആണ് ചോദിക്കും. അത് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? നിങ്ങൾ ആ ചരിത്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. മൂസാ നബി അലൈഹി സ്വലാം ഒരു വലിയ കാടുള്ള മലന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. രാത്രി നല്ല ഇരുട്ടത്താണ്. അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന് വെളിച്ചം ആവശ്യമായപ്പോൾ എന്ത് ചെയ്തു? കൈ ഇങ്ങനെ പ്രകാശിച്ചു. അതേപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കയ്യിലൊരു വടി ഉണ്ടാവും. അതിങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് ആ വടി നിലത്തിട്ട് എന്താകും? പാമ്പാകും. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? ആ വടി കൊണ്ട് കല്ലിനടിച്ചു. അപ്പൊ കല്ല് പിളർന്ന് വെള്ളമായി. അപ്പൊ ആ ചരിത്രങ്ങളും ആലോചിച്ചല്ലോ. അപ്പൊ നിങ്ങൾക്ക് മൂസാ നബി ആണ് ഈ സംഭവം നിങ്ങൾക്ക് ഓർമ്മ വരും. ഇനി ഈസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നോക്കാം. ഈസാ നബി അലൈഹി സ്വലാം ഒരു മരിച്ച ഒരാളുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ആ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, കുമ്പി ഇതിനില്ല, കുമ്പി ഇതിനില്ല എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എണീക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ആ മരിച്ച ആളെന്തായി? ജീവിച്ചു വന്നു. അതുപോലെ തന്നെ വലിയ വലിയ അസുഖമുള്ള ആളുകൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്നാൽ ഈസാ നബി ഒന്നിങ്ങനെ തടവി കൊടുക്കും. അതോടുകൂടി അയാളുടെ എല്ലാ അസുഖം മാറും. അതുപോലെ തന്നെ ജനിക്കുമ്പോൾ തന്നെ കണ്ണ് കാണാത്ത ആളും ഈസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് വന്നിട്ട് ഈസാ നബിന്റെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ആ കണ്ണിലൊന്ന് തടവിയാൽ മതി, അയാൾക്ക് പിന്നെ കണ്ണിന് കാഴ്ച കിട്ടും. അതൊക്കെ ഈസാ നബിന്റെ അത്ഭുതമാണ്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം കാണിച്ച അത്ഭുതങ്ങൾ എന്തൊക്കെ? മരിച്ചവരെ ജീവിപ്പിക്കുന്നു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം ഖബറിന്റെ അടുത്ത് പോയി തട്ടുന്ന ആ ചരിത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. മാറാവ്യാധികളെ സുഖപ്പെടുത്തുന്നു, അന്ധർക്ക് കാഴ്ച നൽകുന്നു. എന്തൊക്കെ? മരിച്ചവരെ ജീവിപ്പിക്കുന്നു, മാറാവ്യാധികളെ, മാറാവ്യാധി മാറാത്ത രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു, അന്ധർക്ക് കാഴ്ച നൽകുന്നു. പിന്നെ അടുത്തത് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ചരിത്രം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താ? നമ്രൂദിന്റെ തീകുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതായത് നമ്രൂദ് എന്ന് പറയുന്നത് രാജാവിന്റെ പേരാണ്. ആ രാജാവ് വലിയ തീകുണ്ടാരുണ്ടാക്കിയിട്ട് അതിലേക്ക് ആരിട്ടു? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഇട്ടു. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്തായില്ല? ഒന്നും സംഭവിച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഇങ്ങനെ ഇറങ്ങി വന്നു. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അത്ഭുതം. അടുത്ത സ്വാലിഹ് നബി അലൈഹി സ്വലാം പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുന്നു. അതായത് വലിയ പാറ ഉണ്ടായിരുന്നു. ആ പാറന്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ഒട്ടകം ഇങ്ങനെ ഇറങ്ങി വരിക. അതാണ് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. ഇനി അടുത്തത് നമ്മുടെ നബിന്റെ ചരിത്രം നമുക്ക് പഠിക്കാനുണ്ട്. ഇതാ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ധാരാളം മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ അതിപ്രധാനവും ഇന്നും നിലനിൽക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൽ അതിപ്രധാനം ഏതാണ്? വിശുദ്ധ ഖുർആൻ. വേറൊരു ചോദ്യം, മുഅ്ജിസത്തുകളിൽ അതിപ്രധാനവും ഇന്നും നിലനിൽക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ. അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ വിശുദ്ധ ഖുർആൻ എന്താണ്? അതിപ്രധാനവും ഇന്നും നിലനിൽക്കുന്നതുമാണ്. വേറെ ചോദ്യം, ഇന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്ത് ഏതാണ്? വിശുദ്ധ ഖുർആൻ. പഠിച്ചില്ലേ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റു മുഅ്ജിസത്തുകൾ പഠിച്ചു വെക്കണം. കാരണം ഇതൊക്കെ മിക്സ് ആക്കിയിട്ട് നിങ്ങളോട് ഗ്രൂപ്പ് ആക്കാൻ പറയും. ഇസ്റാ മിഅ്റാജ് അഥവാ നബി തങ്ങൾ 7 ആകാംക്ഷവും അതിന്റെ അപ്പുറം എന്ത് ചെയ്തു? സഞ്ചരിച്ചു പോയി. അതുപോലെ മൃഗങ്ങളും മരങ്ങളും കല്ലുകളും സംസാരിച്ചത്. അതായത് നബിന്റെ അടുത്ത് വന്നിട്ട് മൃഗങ്ങൾ സംസാരിക്കും, മരങ്ങൾ സംസാരിക്കും, കല്ലുകൾ സംസാരിക്കും. ഏതൊക്കെ? 3 മൃഗങ്ങൾ, മരങ്ങൾ, കല്ലുകൾ. അടുത്തത് ചന്ദ്രൻ പിളർന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആകാശത്ത് കാണുന്ന ചന്ദ്രൻ പിളർത്തി കൊടുത്തിട്ടുണ്ട്. അടുത്ത വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം പ്രവഹിച്ചത് തുടങ്ങിയവ അവയിൽ ചിലതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ ഉണ്ടാവും? ഈ സംഭവങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും. ഇനി നമ്മൾ ചോദ്യോത്തരത്തിലേക്ക് നോക്കാം. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? അപ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ പഠിച്ചു. എന്താണ് മുഅ്ജിസത്ത്? നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് എന്താക്കണം? നബിമാരിൽ നിന്ന് ഉണ്ടാകും. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിപ്രധാനമായ മുഅ്ജിസത്ത് ഏതാണ്? വിശുദ്ധ ഖുർആൻ. എങ്ങനെ ഖുർആൻ എഴുതാൻ നോക്കുക. അടുത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്ത്? സ്പെല്ലിംഗ് തെറ്റിക്കരുത്. എന്താണ്? നമ്രൂദിന്റെ, കണ്ടില്ലേ? നമ്രൂദിന്റെ തീകുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത് ഇവിടെ തീകുണ്ടം എങ്ങനെ എഴുതാൻ നോക്കുക. തീകുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അടുത്തത്
ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു രൂപത്തിലുണ്ടാവും. ഈ നബിമാരുടെ പേര് തന്നിട്ട് ഏത് നബിക്കാണ് ഏത് അത്ഭുതമാണെന്ന് പറയാൻ. പാറക്കല്ലിന് ഒട്ടകത്തെ പുറപ്പെടുവിച്ച ആരാണ്? സ്വാലിഹ് നബി അലൈഹിസ്സലാം. മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അതാരാണ്? ഈസാ നബി അലൈഹിസ്സലാം. പിന്നെ ചന്ദ്രനെ പുലർത്തുന്ന ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വടി പാമ്പാകാരതാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ. അടുത്ത പാഠം നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ. അഹ്ലുസുന്നത്തി, ഈ പാഠത്തിന്റെ ഹെഡിങ് തന്നെ ആദ്യം പഠിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്താ ചോദ്യം? പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് അത് ഏത്? ഈ പാഠത്തിന്റെ ഹെഡിങ് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅ. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് ഏതാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. പിന്നെ ഇവിടെ പഠിക്കേണ്ടത് എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നബിചര്യയും എന്ന് പറഞ്ഞാൽ നബി ചെയ്തത്, സ്വഹാബത്തിന്റെ മാതൃകയും അഥവാ സ്വഹാബികൾ ചെയ്തതും പിൻപറ്റി ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പൊ ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ആരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? നബിചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും. എന്താ രണ്ടെണ്ണം പഠിക്കാനുള്ളത്? നബിചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി. എങ്ങനെ പിൻപറ്റി എന്ന് എഴുതാൻ നോക്കുക. പിൻപറ്റി ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇനി അടുത്തത് രണ്ടാമത്തെ എന്താണ്? പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗാവകാശികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് മാത്രമേ സ്വർഗം കിട്ടുള്ളൂ എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഞാനും, നബി പറയാണ്, ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗം അവലംബിച്ചവരാണ് സ്വർഗാവകാശികൾ. അവലംബിച്ചവർ എന്ന് പറഞ്ഞാൽ അവരെന്താണോ ചെയ്തത് അതുപോലെ ചെയ്യുന്നവരാണ് സ്വർഗാവകാശികൾ. ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗം അവലംബിച്ചവരാണ് സ്വർഗാവകാശികൾ. ഇവിടെ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ആരാണ് സ്വർഗാവകാശികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗം അവലംബിച്ചവർ എഴുതാൻ പഠിക്കുക. അവലംബിച്ചവരാണ് സ്വർഗാവകാശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ വേറെ ചോദ്യം എന്താണ്? ആ വഴിയിൽ ഇന്ന് ജനങ്ങളെ നയിക്കുന്ന സംഘമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോ ഇവിടെ എങ്ങനെ ചോദിക്കുക? എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇന്നത്തെ സംഘടിത രൂപം ഏതാണ് എന്ന് ചോദിച്ചാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ. ഇപ്പൊ 100-ാം വാർഷികമൊക്കെ നടക്കായതുകൊണ്ട് ഒരു പക്ഷേ ഈ ചോദ്യം വരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സംഘം ഏതാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ജനങ്ങളെ നയിക്കുന്ന സംഘം ഏതാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അടുത്തത് ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള എന്താണ് സുന്നത്ത് എന്നുള്ളതാണ്. എന്താണ് സുന്നത്ത്? സുന്നത്ത് കണ്ടില്ലേ? സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുന്നത്ത് പറഞ്ഞാൽ നമ്മൾ ഫിഖ്ഹിൽ പഠിക്കുന്ന സുന്നത്തല്ല. ഇവിടെ നമ്മൾ ഫിഖ്ഹിൽ ഒരു കാര്യം പഠിക്കലുണ്ട്. എന്താണ്? ചെയ്താൽ കൂലിയുള്ള, ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതാണ് സുന്നത്ത് അല്ലേ? അതല്ല ഇവിടുത്തെ സുന്നത്ത്. ഇവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അഥവാ നബി പറഞ്ഞത്, അതുപോലെ നബി ചെയ്തത്, അതുപോലെ നബി അംഗീകാരം കൊടുത്തത്, അല്ലെങ്കിൽ അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിയുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദം, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടത് ഇത് കാണാതെ തന്നെ പഠിക്കുക. എളുപ്പമാണ്. നബിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. നബിയുടെ വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം. മൗനാനുവാദമാണ് നബി സമ്മതം കൊടുക്കുക എന്നർത്ഥം. മൗനാനുവാദം, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ 4 കേട്ടോ. ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ് അത് ഏത്? സുന്നത്ത്. എന്താണ്? സുന്നത്ത് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമാണ്. തിരിച്ചു ചോദ്യം വരും, സുന്നത്ത് ഡാഷിന്റെ വ്യാഖ്യാനമാണ് വിശുദ്ധ ഖുർആനിന്റെ. വേറൊരു ചോദ്യം, സുന്നത്ത് വിശുദ്ധ ഖുർആന്റെ ഡാഷാണ് വ്യാഖ്യാനം. ഇത് എങ്ങനെയാലും വരാൻ സാധ്യത വളരെ കൂടുതൽ. കണ്ടില്ലേ? എന്ന് എങ്ങനെ എഴുതാൻ നോക്കുക. വ്യ എന്ന് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയാണ് എന്ന് എഴുതുക അല്ലേ? പക്ഷെ അറബിയിൽ എങ്ങനെ എഴുതുക? എന്ന് ആദ്യം വാവിട് 0 എടുത്തിട്ട് ഒരു ഇടുക. ഇനി ഇത് എന്നാക്കണമെങ്കിൽ ഖ്യാന്ന് എഴുതുമ്പോൾ എന്ത് വേണം? കാഫ് പിന്നെ ഹ വേണം. വ്യാഖ്യാനമാണ്. അടുത്തത് ഇതിൽ കുറെ കാര്യങ്ങൾ ഈ പാഠത്തിൽ പഠിക്കാൻ കേട്ടോ. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി സുന്നത്ത് എന്താ പഠിച്ചു? സുന്നത്ത് വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനാണെന്ന് പഠിച്ചു. ഇനി ഇവിടെ 2 കാര്യം പഠിക്കുന്നുണ്ട്. ബിദ്അത്ത് ഹസന, ബിദ്അത്ത് വലാല. ഏതൊക്കെ പേര് പഠിച്ചു വെച്ചോളൂ. ബിദ്അത്ത് വലാല കണ്ടോ? അടുത്ത എന്താണ്? ബിദ്അത്ത് ഹസന. കണ്ടില്ലേ? ബിദ്അത്ത് ഹസന, ബിദ്അത്ത് വലാല. 2 ഒരേപോലെയാണ്. ഇവിടെ ബിദ്അത്ത് ഉണ്ട്, ഇവിടെയും ബിദ്അത്ത് ഉണ്ട്. ഓരോരുത്തർ വലാലത്താണ്, ഓരോരുത്തർ ഹസനത്താണ്. പഠിച്ചില്ലേ? എന്താണ് ബിദ്അത്ത് വലാല എന്ന് പറഞ്ഞാൽ അത് ആദ്യം നമുക്ക് പഠിക്കാം. ഖുർആന്
അതുപോലെ സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക്, എന്താ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ അടിസ്ഥാനം, എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ, പുതിയൊരു കാര്യം ഉണ്ടാക്കുക, അതിനാണ് എന്ത് പറയുക? അതിനാണ് എന്ത് പറയുക? ബിദ്അത്ത് ദലാലത്ത് എന്ന് പറയുക. മനസ്സിലായില്ല? അതായത് ഇസ്ലാമിൽ പുതിയൊരു കാര്യം ഉണ്ടാക്കുക, ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കുക. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ ഖുതുബ, വെള്ളിയാഴ്ച ഖുതുബ അതിലുണ്ട്. അത് നബിന്റെ കാലത്തേ ഉള്ളതാണല്ലോ ഖുതുബ. നബിന്റെ സ്വഹാബികൾ കേരളത്തിൽ വന്നിട്ട് അവരിവിടെ പള്ളിയിലൊക്കെ ഖുതുബ ഓതി. അവരൊക്കെ അറബിയിലാണ് ഖുതുബ ഓതിയത്. എന്നാൽ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ അടുത്ത് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് എന്ത് ചെയ്തു? ആ പള്ളിയിലെ ഖുതുബ മലയാളത്തിലാക്കി മാറ്റി. അതെന്താണ്? ബിദ്അത്ത് ദലാലത്താണ്. എന്താ ഇതിന് കാരണം? അത് ഖുർആനോ സുന്നത്തോ തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരാണ്. കാരണം നബി വഫാത്താകുന്നത് വരെ ഖുതുബ ഓതിയതിലാണ് അറബിയിലാണ്. സ്വഹാബികൾ ഖുതുബ ഓതിയത് അറബിയിലാണ്. സ്വഹാബികൾ കേരളത്തിൽ വന്നിട്ടും ഖുതുബ ഓതിയതിൽ എതിരാണ്, അറബിയിലാണ്. അപ്പൊ നബിയും സ്വഹാബത്തിനും എതിരാണ് എന്ത്? മലയാളത്തിൽ ഖുതുബ ഓതുക എന്നുള്ളത്. അപ്പൊ അതെന്താണ്? ബിദ്അത്ത് ദലാലത്താണ്. അപ്പൊ എന്താണ് ബിദ്അത്ത് ദലാലത്ത് എന്ന് പറഞ്ഞാൽ? ഖുർആന്, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽ പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ, അതാണെന്ത്? ബിദ്അത്ത് ദലാലത്ത്. അത് പുതിയൊരു കാര്യം ഉണ്ടാക്കിയതാണ്. ഇത് തള്ളപ്പെടേണ്ട. അപ്പൊ ഇവിടെ ചോദ്യം, ബിദ്അത്ത് ദലാലത്ത് തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ തള്ളപ്പെടേണ്ട ബിദ്അത്ത് ഏത്? ബിദ്അത്ത് ദലാലത്ത്. അടുത്ത ബിദ്അത്ത് ദലാലത്ത് ഡാഷ് എന്താ? തള്ളപ്പെടേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇനി ഇത് കാണാതെ പഠിക്കാനാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു. മതത്തിൽ പെടാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതാ. ഇനി ബിദ്അത്ത് ഹസന എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണങ്ങൾക്ക്, പ്രമാണം എന്ന് പറഞ്ഞാൽ ഖുർആന്, ഹദീസ്, അങ്ങനത്തെ സംഭവം, അതിന് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദ്അത്ത് ഹസന എന്ന് പറയുന്നു. അതായത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മദ്രസ ഉണ്ട് അല്ലേ? മദ്രസ നബിന്റെ കാലത്തുണ്ടോ? ഇല്ല. സ്വഹാബകളുടെ കാലത്ത് മദ്രസ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്നാലും മദ്രസ ഉണ്ടാക്കൽ തെറ്റാണോ? നബി ചെയ്യാത്തതുകൊണ്ട് മദ്രസ ഉണ്ടാക്കാൻ പറ്റൂല പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? നബിയും അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മദ്രസയുടെ അടിസ്ഥാനം എന്താണ്? അറിവ് പഠിക്കുക എന്നുള്ള. അറിവ് പഠിക്കൽ നബിന്റെ കാലത്തുണ്ടല്ലോ. എന്നാൽ നമുക്ക് എന്തു പറ്റും? അതിനുവേണ്ടി മദ്രസ ഉണ്ടാക്കാൻ പറ്റും. അതിന് കുഴപ്പമില്ല. എന്തുകൊണ്ട്? പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദ്അത്ത് ഹസന എന്ന് പറയുന്നു. ചോദ്യം അതാണ്, എന്താണ് ബിദ്അത്ത് ഹസന? പ്രമാണങ്ങൾക്കെതിരല്ലാത്ത, പിന്നെ ഇവിടെ എന്താണ്? ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി, ഇവിടെ എതിരല്ലാത്ത, കണ്ടോ? പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾ, അതിനാണ് ബിദ്അത്ത് ഹസന എന്ന് പറയുന്നത്. ഇനി ബിദ്അത്ത് ഹസനക്ക് ഉദാഹരണം തന്നിട്ടുണ്ട് ഇവിടെ. അത് നിങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കുക. സ്വഹാബത്തിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ ക്രോഡീകരണം നടത്തി. അതായത് നബിന്റെ കാലത്ത് ഖുർആൻ ഇതേപോലെ നമ്മളിന്ന് ഖുർആൻ കാണുന്ന പോലെ രണ്ട് ചട്ടക്കുള്ളിൽ ആക്കിയിട്ടില്ല. അത് സ്വഹാബത്തിന്റെ കാലത്താണ് നടന്നത്. തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചു. നാം മദ്രസ ഉണ്ടാക്കുന്നത് തുടങ്ങിയവ ബിദ്അത്ത് ഹസനത്തിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പൊ ബിദ്അത്ത് ഹസനത്തിന്റെ രണ്ട് ഉദാഹരണം എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതും? മദ്രസ ഉണ്ടാക്കുന്നത്, പിന്നെ വിശുദ്ധ ഖുർആൻ ക്രോഡീകരണം, അതുപോലെ തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത്. ഇങ്ങനെ 3 എഴുതാം. മനസ്സിലായോ? വേറെയും കുറെ ഉണ്ട്, അപ്പോൾ ഞാൻ തൽക്കാലം പറയണില്ല. അടുത്ത അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ആരാകുന്നു? ഈ പാഠത്തിന്റെ ഫസ്റ്റ് വരിയാണ് അതിന്റെ ഉത്തരം. എന്താണ്? കാണാതെ പഠിക്കുക, ഒന്നും കൂടി ആലോചിക്കുക. നബിചര്യയും സ്വഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. 3 പോയിന്റ് അവിടെ ഓർത്ത് നോക്കണം. അടുത്ത, ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം ഏത്? പാഠത്തിന്റെ ഹെഡിങ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. എഴുതിന്റെ സ്പെല്ലിംഗ് നോക്കട്ടോ. അഹ്ല് വേറെ, സുന്നത്ത് വേറെ, വൽ ജമാഅ വേറെ, ഒക്കെ വേറെ വേറെ ആക്കിയിട്ട്. അടുത്ത, സ്വർഗാവകാശികൾ ആരാകുന്നു? അത് നബി എന്താ പറഞ്ഞത്? സ്വർഗാവകാശികൾ ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊള്ളുന്ന മാർഗം അവലംബിച്ചവരാണ് സ്വർഗാവകാശികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അടുത്ത്, സത്യമാർഗത്തിലേക്ക് ഇന്ന് ജനങ്ങളെ നയിക്കുന്നവർ ആരാണ്? അതാരാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അടുത്ത, സുന്നത്ത് എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്,
പ്രവൃത്തി മൗനാനുവാദം നബിതങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ബിദഅത്ത് ദലാല ബിദഅത്ത് ഹസന രണ്ടും പഠിക്കണം. ബിദഅത്ത് ദലാല എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആന് സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ ബിദഅത്ത് ദലാല. ഇനി ഇവിടെ ബിദഅത്ത് ഹസന ആകുമ്പോൾ കുറച്ചും കൂടി ചുരുങ്ങി വളരെ എളുപ്പത്തിൽ പഠിക്കാം. പ്രമാണങ്ങൾക്കെതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദഅത്ത് ഹസന എന്ന് പറയുന്നു. അടുത്തെന്താണ്? പൂരിപ്പിച്ച് എഴുതാം. മൻ അഹ്ദസ ഫി അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇനി നമ്മൾ അവസാനത്തെ പാഠത്തിലേക്ക് പോവാണ്. അലാമാത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നോക്കുക. എന്താണ്? പ്രപഞ്ചവും അതിലുള്ള സർവ്വ വസ്തുക്കളും ഒരു നാൾ നശിക്കും. അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിന്റെ പല അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇവിടെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് കുറെ അടയാളങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അന്ത്യനാളിന്റെ ഏറ്റവും അടുത്തുണ്ടാവുന്ന ധാരാളം അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അടുത്തുണ്ടാവുന്ന അടയാളങ്ങളല്ല. ഇനി എന്തൊക്കെയാണ് അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഒരു 3-4 അടയാളങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കുക. ബാക്കിയുള്ള അടയാളങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുറെ തന്നിട്ട് അതിൽ നിന്ന് മിക്സ് ആക്കി തന്നിട്ട് ഏതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് എഴുതാൻ പറയും. ഉഖ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, അറിവില്ലായ്മ വർദ്ധിക്കുക, വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക, പിന്നെ എന്താണ്? അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളാവുക, പിന്നെ മക്കൾ മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുക. ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള പഠിച്ചാൽ മതി. ചെറുത് നോക്കി പഠിച്ചോ. പൊതു മുതൽ സ്വന്തമാക്കുക, അതായത് പബ്ലിക് ആയിട്ടുള്ള മുതലുകൾ എന്ത് ചെയ്യുക? അത് സ്വന്തമാക്കിയിട്ട് ഉപയോഗിക്കുക. പിന്നെ പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയർത്തുക. ഇത് രണ്ടും എളുപ്പം ഉണ്ടാവും, ഓർമ്മ ഉണ്ടാവും അല്ലേ? പിന്നെ സദ്വിത്തരായ പൂർവികരെ ആക്ഷേപിക്കുക, ദീനിയായ അറിവുകൾ ദീനിനു വേണ്ടി അല്ലാതെ പഠിക്കുക. അപ്പൊ ഇത് ചിലപ്പോൾ പൂരിപ്പിക്കാൻ വരാം. ദീനിയായ അറിവുകൾ ദീനിനു വേണ്ടി അല്ലാതെ ഡാഷ് പഠിക്കുക, അല്ലെങ്കിൽ സദ്വൃത്തരായ പൂർവികരെ ഡാഷ് എന്താ? ആക്ഷേപിക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? പിന്നെ എളുപ്പമുള്ള ഒന്ന് ഇത് പൊതുമുതൽ സ്വന്തമാക്കുക, പള്ളിയിലെ അനാവശ്യ ശബ്ദങ്ങൾ ഉയർത്തുക, അറിവില്ലായ്മ വർദ്ധിക്കുക. 3 1 2 3. പിന്നെ ഏറ്റവും ചെറുത് നോക്ക്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ വർദ്ധിക്കും. അത് ഓർമ്മ ഉണ്ടാവും അല്ലെ? അപ്പൊ ഈ 4 നിങ്ങൾ ഓർത്തു വെച്ചോളൂ കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. സമയം കുറേ ആയി. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ കഴിയില്ല. ഖിയാമത്ത് നാളിന്റെ 5 അടയാളങ്ങൾ എഴുതുക. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ 8, 9, 10 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളതെങ്കിലും കാരക്കൊല്ല പരീക്ഷയ്ക്ക് 5, 6, 7 പാഠങ്ങളായിരുന്നു. അതിൽ ഈ 7ാമത്തെ പാഠത്തുനിന്ന് അരക്കൊല്ല പരീക്ഷയ്ക്ക് അധികം ചോദ്യം ചോദിച്ചിട്ടില്ല. അത് എന്തിനു വേണ്ടിയിട്ട് ബാക്കിയാക്കിയതാണ്? അത് ഈ കൊല്ലപ്പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഐഡിയക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കൊല്ലപ്പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ധാരാളം ഈ 6, 7 പാഠങ്ങളിൽ മുതൽ തന്നെ നല്ല ചോദ്യങ്ങൾ ഉണ്ടാവും. മറ്റേ പാഠങ്ങളിൽ നിന്നൊക്കെ കുറേശ്ശെ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 6, 7 മുതൽ നല്ല ചോദ്യങ്ങൾ ഉണ്ടാവും. അംബിയ മുർസലുകൾ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഈ ചോദ്യോത്തരം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അംബിയ മുർസലുകൾ എവിടെ? ഹും ആദമൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹും ആദമൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചത് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് നോക്കാം. അംബിയ മുർസലുകൾക്ക് വാജിബായ സിഫത്തും മുസ്തഹീലായ സിഫത്തും ഉണ്ട് അല്ലെ? ഉണ്ടാകൽ അനിവാര്യമായതിന് വാജിബായ സിഫത്ത്, അത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. പിന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് മുസ്തഹീൽ, സംഭവിക്കാവുന്നതിന് ജായിസ്. അപ്പൊ ഈ അർത്ഥങ്ങൾ നോക്കുക. എന്തൊക്കെ? അനിവാര്യമായത് എന്താ? വാജിബ്. അടുത്ത് സംഭവിക്കാൻ പാടില്ലാത്തത് മുസ്തഹീൽ, സംഭവിക്കാവുന്നത് ജായിസ്. പിന്നെ എന്തൊക്കെയാണ് അമ്പിയാക്കന്മാർക്കുള്ള സിഫത്തുകൾ? ഇതാ വാജിബായ സിഫത്ത് 1, 2, 3, 4. ഈ ബ്ലാക്കിൽ കൊടുത്ത ഇതിന്റെ അർത്ഥമാണ്. സിദ്ഖ്, തബ്ലീഗ്, അമാനത്ത്, ഫത്താനത്ത്. സിദ്ഖ്, അമാനത്ത്, തബ്ലീഗ്, ഫത്താനത്ത്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്ത് മുസ്തഹീൽ. 1, 2, 3, 4. കദിബ്, ഖിയാനത്ത്, കിത്മാന്, ബലാദത്ത്. ഇത് ആരോ മാർക്ക് ഇട്ട് എന്തിനാണ്? സിദ്ഖിന്റെ ഓപ്പോസിറ്റ് ആണ് കളവ്, കദിബ്. സത്യം പറയൽ, കളവ് പറയൽ. കണ്ടോ? തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ, മറച്ചു വെക്കൽ. തബ്ലീഗ്, കിത്മാന്. അമാനത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ഖിയാനത്ത്, വിശ്വസ്തത, വഞ്ചന. അടുത്ത ഫത്താനത്ത്, ബലാദത്ത്, ബുദ്ധി കൂർമ്മത. ഇത് ഓപ്പോസിറ്റ് എഴുതാൻ വരാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ വാജിബായ സിഫത്ത് 4 മുസ്തഹീലായ സിഫത്ത് 4 എഴുതാൻ വരാൻ സാധ്യതയുണ്ട്. ഇനി അമ്പിയാക്കന്മാർക്ക് ജായിസായ സിഫത്ത് എന്ത്? അവരുടെ ഉന്നത സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാവാം. പഠിക്കണം. എന്താണ് അമ്പിയാക്കന്മാരുടെ? അള്ളാഹുവിന് ജായിസായ സിഫത്ത് എന്താണ് എന്നും അതുപോലെ നബിമാർക്ക് ജായിസായ സിഫത്ത് എന്താണെന്നും കൃത്യമായി പഠിക്കണം. എന്താണ്? അവരുടെ ഉന്നത സ്ഥാനത്തിന് എങ്ങനെ എഴുതി നോക്കുക?
ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാവാം. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, തബ്ലീഗ് എന്ന സിഫത്ത് ആർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ? മുർസലുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നിർബന്ധമായി പഠിക്കുക. തബ്ലീഗ് എന്ന സിഫത്ത് ഡാഷ് എന്താ? മുർസലുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഡാഷ് എന്ന സിഫത്ത് മുർസലുകൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, തബ്ലീഗ് എന്ന സിഫത്ത്. അടുത്തത്, ഖുർആനിൽ പറയപ്പെട്ട നബിമാരുടെ മുർസലുകളുടെ എണ്ണം എത്രയാണ്? 25. പിന്നെ അവരുടെ പേരുകൾ അറിഞ്ഞും മറ്റുള്ളവർ പൊതുവായും വിശ്വസിക്കൽ നമുക്ക് വാജിബാണ്. ഇനി ഈ പാട്ട് പൂരിപ്പിക്കാൻ വരാം. ഹുമാദ മുന്നിദിരീസു നൂഹുൻ ഹൂദുമ സ്വാലിഹ് വ ഇബ്രാഹീമുൻ കുല്ലും മുത്തബ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദ യാഖൂബു യൂസുഫു അയ്യൂബു ഇഹ്തദ ശുഐബു ഹാറൂനു വ മൂസ വല്യസ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ ഇല്യാസു മൂസ സക്കരിയ യഹ്യ ഈസാ വ ത്വാഹ ഖാതിമുൻ ദഗയ്യ. ഈ പാട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത്. ഇനി നമ്മൾ അടുത്ത പാഠം മലക്കുകളുടെ പാഠം. മലക്കുകളുടെ പാഠത്തിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 4 കൂട്ടം മലക്കുകൾ, 4 ഗ്രൂപ്പ് ഓഫ് മലക്കുകൾ ഉണ്ട്. ഏതൊക്കെ? ഹമലത്തുൽ അർഷ്, ഹാഫൂന, സഫറത്ത്, ഹഫലത്ത്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിന് വരും. അപ്പൊ നിങ്ങൾ പഠിക്കുക എങ്ങനെ? ഹമലത്തുൽ അർഷ് എന്ന് പറഞ്ഞാൽ അർഷിനെ ചുമക്കുന്നവർ. അപ്പോൾ ഇത് രണ്ട് കൺഫ്യൂഷൻ വരുള്ളൂ. രണ്ടിടത്തും അർഷ് ഉണ്ടല്ലോ. അപ്പൊ ഹാഫൂന എന്ന് പറഞ്ഞാൽ അർഷിനെ ഹാഫ എന്ന് പറഞ്ഞാൽ ചുറ്റാന്ന് അർത്ഥം അറബിയിൽ. അപ്പോൾ ഹാഫൂന എന്ന് പറഞ്ഞാൽ അർഷിനെ ചുറ്റുന്നവർ. പിന്നെ ഹമലത്തുൽ അർഷ് പറഞ്ഞാൽ അർഷിനെ ചുമക്കുന്നവർ. അടുത്ത് സഫറത്ത് പറഞ്ഞാൽ എന്താ? ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ഇനി ഹഫലത്ത് പറഞ്ഞാൽ അറബിയിലെ ഹഫലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിക്കുക അല്ലെങ്കിൽ നമുക്ക് സേഫ്റ്റി നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ആപത്തുകളിൽ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ ആരാണ്? ഹഫലത്ത്. ഇതിങ്ങനെ തന്നെ ചൊല്ലിപ്പടിക്കുക. ഹഫലത്ത് ആപത്തുകൾ മനുഷ്യരെ കാക്കുന്നവർ, ഹഫലത്ത്, അങ്ങനെ ചൊല്ലി 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 പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും മാച്ച് ചെയ്യാൻ കഴിയും. അതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത്. ഇനി വേറെയും കുറെ ഗ്രൂപ്പ് ഉണ്ട്. മനുഷ്യരോടൊപ്പം ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്, ദിക്റിന്റെ സദസ്സിൽ ഹാജരാവുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ചോദ്യം, അള്ളാഹു തആലയുടെ കൽപ്പന അനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു. ആര്? മലക്കുകൾ. ഇനി മലക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? അള്ളാഹു തആലയുടെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. കൽപ്പനക്കെതിരായി അവരൊന്നും ഡാഷ് എന്താ? പ്രവർത്തിക്കുകയില്ല. പഠിക്കുക, പ്രവർത്തിക്കുകയില്ല. ഇനി ഇത് പൂരിപ്പിക്കാൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. പിന്നെ അപ്പൊ ഇവിടെ ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിരുന്നു. ഇനി ഈ പരീക്ഷയ്ക്ക് ഒരു പക്ഷെ ഇതിന്റെ അർത്ഥം വരാം. അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും അവർ എതിര് പ്രവർത്തിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പൂരിപ്പിക്കാൻ വരാം. അള്ളാഹു അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും ഡാഷ് അവർ എതിര് പ്രവർത്തിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടതെന്ന് പൂരിപ്പിക്കാൻ വരും. അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. അവർ പ്രവർത്തിക്കുകയും ചെയ്യും ഡാഷ് എന്താ? കൽപ്പിക്കപ്പെട്ടതെന്തും. സ്പെല്ലിങ് നോക്കുക, കൽപ്പിക്കപ്പെട്ടതെന്തും. പിന്നെ കൽപ്പിച്ച ഒരു കാര്യത്തിലും ഡാഷ് അവർ എതിര് പ്രവർത്തിക്കുകയില്ല. തിരിച്ചും മറിച്ചും നന്നായി പഠിക്കുക. ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇവിടെ 10 മലക്കളുടെ പേര് അങ്ങനെ ഉത്തരം പറയാം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവർ. സഫറത്ത് വിഭാഗത്തിന്റെ ജോലി എന്ത്? കണ്ടോ, ഹഫലത്തിന്റെ ജോലി എന്ത്? അപ്പോൾ ബാക്കി വളരെ സിമ്പിളാണ് ഈ പാഠം. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക്? പിന്നെ ഇത് ആദ്യം നമുക്ക് തൗഹീദ് എന്താ നോക്കാം. അള്ളാഹു അവനെ പറഞ്ഞാൽ അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആൽ 3 പോയിന്റ്. ദാത്തില്, സിഫാത്തില്, അഫ്ആലില് ഒരുവനാണെന്നും ആരാധനക്ക് അർഹൻ അവൻ മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ്. അപ്പൊ തൗഹീദ് എന്താണ് കാണാൻ പഠിക്കുക. ഈ തൗഹീദ് പിന്നെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ, ആരാധനക്ക് അർഹത മറ്റൊന്നുണ്ടെന്നോ, ആരാധനക്ക് അർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ഷിർക്ക്. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. തൗഹീദിന്റെ ഷിർക്കിന്റെ മലയാള അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ. ഒരു പക്ഷേ മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ അർത്ഥം എഴുതാനോ വരും. ഷിർക്ക് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോട് പങ്കു ചേർക്കൽ. അള്ളാഹുവിനോട് പങ്കു ചേർക്കലിന്റെ ഈ ഡെഫിനിഷൻ, തൗഹീദിന്റെ ഈ ഡെഫിനിഷനും ഈ 4 വരികളും നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. പിന്നെ വേറൊരു ചോദ്യമാണ്, ഒറ്റവാക്കിൽ എഴുതേണ്ട ചോദ്യം. അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് ഏത്? ഏതാണ്? ഷിർക്ക്. അള്ളാഹു പൊറുക്കാത്ത വൻ പാപമാണ് ഷിർക്ക്. ആവർത്തിച്ചു പറയാം. പിന്നെ
അള്ളാഹുവിന്റെ സർവ്വ വിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് അന്ത്യപ്രവാചകരായ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു മുമ്പ്. അള്ളാഹുവിന്റെ സർവ്വ വിധി വിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് ആരാണ്? അന്ത്യപ്രവാചകരായ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പിന്നെ നബി തങ്ങൾ കൊണ്ടുവന്നതെല്ലാം എന്താ സത്യമാണെന്ന് നാം വിശ്വസിക്കണം. മറ്റാരെക്കാളും അതിനേക്കാളും നബിയെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. പോട്ടെ. എന്നിട്ട് തൗഹീദിന്റെ പ്രഖ്യാപിത വചനമാണ് എന്താ ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് തൗഹീദിന്റെ പ്രഖ്യാപിത വചനമാണ്. അടുത്ത ലാ ഇലാഹ ഇല്ലല്ലാ വചനമാണ് തൗഹീദിന്റെ പ്രഖ്യാപിത. എങ്ങനെ നോക്കുക? പ്രഖ്യാപിത. തിരിച്ചും മറിച്ചും ചോദ്യം വരെ നന്നായി പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം തൗഹീദിന്റെ ആണ്, പ്രഖ്യാപിത വചനമാണ്. അല്ലെങ്കിൽ തൗഹീദിന്റെ പ്രഖ്യാപിത വചനമാണ് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാ. പിന്നെ ഇവിടെ ചോദിക്കാൻ വരുന്ന ചോദ്യം എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റൊരാളും ഇല്ലെന്നാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്നും അതിന്റെ അർത്ഥം. ഏതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ അർത്ഥങ്ങൾ കാണാതെ പഠിക്കുക. എന്താണ് ഈ രണ്ട് വരിയാണ്? അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്. അതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ അള്ളാഹു പൊറുക്കാത്ത വൻ പാപം എന്താണ്? പിന്നെ നമ്മെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയവൻ ആരാണ്? അള്ളാഹുവാണ്. പിന്നെ സംരക്ഷിക്കുന്നവനാണ്, എല്ലാം നൽകി സംരക്ഷിക്കുന്നു. അതോടുകൂടി പാഠം കഴിഞ്ഞു. ഇവിടെ നോക്കുക, നമ്മെ സംരക്ഷിക്കുന്നവൻ ആരാണ്? ഷിർക്ക് എന്നാൽ എന്ത്? തൗഹീദ് എന്നാൽ എന്ത്? അള്ളാഹു പൊറുക്കാത്ത വൻ പാപം, തൗഹീദിന്റെ പ്രഖ്യാപിത വചനം, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ. ഇവിടൊക്കെ നിങ്ങൾ എഴുതാനാ പഠിക്കണ്ടോ? എഴുതാൻ പഠിക്കുക. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അള്ളാഹു മുനസ്സഹുൻ അല്ലെ, 4ാമത്തെ പാഠം. ഇവിടങ്ങൾ അള്ളാഹുവിന് 20 വാജിബായ സിഫത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ നിർബന്ധമായ സിഫത്ത്, ഉണ്ടാവാൻ പാടില്ലാത്ത 20. 20 അല്ലെ, 20 ആലോചിച്ചാൽ മതി. 20 വാജിബായ സിഫത്ത് 20, പിന്നെ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തും 20. പിന്നെ വാജിബായ സിഫത്തിന് ഉണ്ടാവൽ അനിവാര്യമായത്, മുസ്തഹീൽ പറഞ്ഞാൽ ഉണ്ടാവാൻ പാടില്ലാത്തത്. വാജിബ് മുസ്തഹീൽ കണ്ട, വാജിബായ സിഫത്ത് മുസ്തഹീലായ സിഫത്ത്, അർത്ഥം മുസ്തഹീലിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പരീക്ഷയ്ക്ക് വരിക, നേരത്തെ ഒരുപാട് ചോദ്യങ്ങൾ വന്നതായതുകൊണ്ട് ഇവിടെ നിന്ന് അധികം ചോദ്യം ഉണ്ടാവില്ല. ചോദ്യങ്ങളൊക്കെ അവിടെ നിന്ന് ലാസ്റ്റ് ഭാഗത്ത് ഉണ്ടാവും, ഇവിടുന്ന് കുറച്ചൊക്കെ ചോദ്യം ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ചോദ്യം വരിക ഇതിലേതെങ്കിലും ഒന്നെന്തായിരിക്കും? ഓപ്പോസിറ്റ് എഴുതാനോ അർത്ഥം എഴുതാനോ ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കാം, വുജൂദ് ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, ഖിയാമുൻ ബിന്നഫ്സ്, വഹദാനിയത്ത്, ഖുദ്റത്ത്, അങ്ങനെ പോകും. ഇനി ഇവിടെ ഞാൻ ഈ ബ്രാക്കറ്റിലിട്ടോ അടയാളപ്പെടുത്തിയത് നിങ്ങൾ പ്രത്യേകം പഠിക്കുക. ബഖാഇന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫനാ. ബഖാ ഫനാ, ബഖാ ഫനാ, ബഖാ ഫനാ, അങ്ങനെ പഠിക്കുക. ഖിയാമുൻ ബിന്നഫ്സ് ഇഹ്തിയാജ്, ഖിയാമുൻ ബിന്നഫ്സ് ഇഹ്തിയാജ്. ഇത് പറഞ്ഞാൽ ഇത് കിട്ടണം, ഇത് പറഞ്ഞാൽ ഇത് കിട്ടണം, തിരിച്ചും കിട്ടണം, രണ്ടും കിട്ടണം കേട്ടോ. ഖിയാമുൻ ബിന്നഫ്സ് ഇഹ്തിയാജ്. അടുത്തത് മുഖാലഫത്തുൽ ഹവാദിസ്, മുമാസലത്തുൽ ഹവാദിസ്. രണ്ടിടത്തും ഹവാദിസ് ഉണ്ട്, ഇത് മാത്രം മാറ്റിയാൽ മതി. മുഖാലഫത്ത് മാറ്റിയിട്ട് മുമാസലത്താക്കിയാൽ മതി. അടുത്ത് ഖുദ്റത്ത് അജിസ്, ഖുദ്റത്ത് അജിസ്, ഖുദ്റത്ത് അജിസ്, അങ്ങനെ. പിന്നെ അടുത്തത് ഇറാദത്ത് കറാഹത്ത്, ഇറാദത്ത് കറാഹത്ത്. സംഅ സമമ്, സംഅ സമമ്, സംഅ സമമ്. പിന്നെ ബസർ അമ, ബസർ അമ, ബസർ അമ, ബസർ അമ. കലാമു ബക്മ്, കലാമു ബക്മ്, കലാമു ബക്മ്, അങ്ങനെ പഠിക്കാം. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. കൗനുഹു, ഇത് എന്തായാലും ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കൗനുഹു ഖാദിറൻ, ഓപ്പോസിറ്റ് എന്താ? കൗനുഹു ആജിസൻ. കൗനുഹു മുരീദ, കൗനുഹു കാരിഹ. കൗനുഹു ആലിമ, കൗനുഹു ജാഹില. കൗനുഹു ഹയ്യ, കൗനുഹു മയ്യിത്ത. കൗനുഹു സമിയ, കൗനുഹു അസമ്മ. കൗനുഹു ബസീറ, കൗനുഹു ആമ. കൗനുഹു മുതകല്ലിമ, കൗനുഹു അബ്കമ. ഇനി ഇവിടെ അർത്ഥങ്ങൾ മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അർത്ഥം എഴുതാനോ വരും. കൗനുഹു കാരിഹന്റെ അർത്ഥം എന്താ? ഉദ്ദേശമില്ലാത്തവൻ. ഇത് പ്രധാനപ്പെട്ടാണ്, ഉദ്ദേശമില്ലാത്തവൻ. കൗനുഹു ആജിസ, കഴിവില്ലാത്തവൻ. കഴിവില്ലാത്തവൻ, ഉദ്ദേശമില്ലാത്തവൻ. പിന്നെ ഇവിടെ കൗനുഹു അസമ്മ, കേൾവിയില്ലാത്തവൻ. കൗനുഹു ആമ, കാഴ്ചയില്ലാത്തവൻ. കൗനുഹു അബ്കമ, സംസാരം ഇല്ലാത്തവൻ. ഞാൻ ഈ ശരിയിട്ടത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നബിന്റെ ജായിസായ സിഫത്ത് നമ്മൾ പഠിച്ചു അല്ലെ, അവരുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത, അത് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ജായിസായ സിഫത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, പ്രധാനപ്പെട്ട ഒന്ന് മാത്രമാണ്. പൂരിപ്പിക്കാൻ വരും. അടുത്ത് അതിന്റെ അറബി എന്താ? ജായിസാ സിഫത്തിന്റെ അറബി ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. ഫിഅലു കുല്ലി മുംകിനി ഔ തർക്കുഹു. ഫിഅലു കുല്ലി മുംകിനി ഔ തർക്കുഹു. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. പഠിച്ചില്ലേ? ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. അടുത്തത് ഇവിടെ നിങ്ങൾ ചോദ്യമായിട്ട് വന്നതില്ല, ഇതിന്റെ ആൻസർ നിർബന്ധമായിട്ട് പഠിക്കുക. അതായത് വിപരീതം എഴുതാൻ വന്ന ഈ ചോദ്യം ഉണ്ടല്ലോ, ഇതിന്റെ ആൻസർ നിർബന്ധമായി പഠിക്കുക. വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കാം. അർത്ഥം എഴുതാൻ വന്നതും ഇതും നല്ലോണം പഠിക്കുക. കൗനുഹു കാരിഹ, തഅദ്ദുദ്, കൗനുഹു അസമ്മ, ഫിഅലു കുല്ലി മുംകിൻ ഔ തർക്കുഹു. ഇതാണ് ഫിഅലു കുല്ലി മുംകിൻ തർക്കുഹു, ഏതാണിത്? മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പ്രത്യേകം പഠിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. ഇനി നമ്മൾ എന്താണ് അടുത്ത പാഠത്തിലേക്ക് പോവാണ്. എന്താ അടുത്ത പാഠം? അല്ലാഹു ഖാദിറുൻ.
അള്ളാഹു ഖാദിറുൻ. ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥങ്ങളായിരിക്കും വരിക. ഖാദിർ കഴിവുള്ളവൻ, മുരീദ് ഉദ്ദേശിക്കുന്നവൻ, ആലിം അറിയുന്നവൻ, ഹയ്യ് ജീവിച്ചിരിക്കുന്നവൻ, സമീഅ കേൾക്കുന്നവൻ, ബസീർ കാണുന്നവൻ. ഇനി ഈ പാഠത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം വരും. ഇതാണ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ വന്നത്. അപ്പൊ ഇതായിരിക്കും ഇവിടെ സാധ്യത. ബസർ എന്ന സിഫത്തുള്ള അള്ളാഹു ആരാകുന്നു? ബസീർ ആകുന്നു. ബസർമെന്ന് ഉണ്ടാക്കിയാൽ മതി, ബസീർ. അടുത്ത ഇവിടെ എന്താ എന്ന സിഫത്തുള്ള അള്ളാഹു ഖാദിർ ആകുന്നു. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഖുദിറത്ത്, ഖുദിറത്തുള്ളവൻ. അടുത്ത് ഹയാത്ത് എന്ന സിഫത്തുള്ള അള്ളാഹു എന്താകുന്നു? ഹയ്യാകുന്നു, ഹയ്യാകുന്നു. ഡാഷ് എന്ന സിഫത്തുള്ള അള്ളാഹു മുരീദാകുന്നു. ഇതെന്താണ്? ഇറാദത്ത്. കണ്ടോ? അപ്പൊ ഖാദിർ, മുരീദ്, ആലിമ്, ഹയ്യ്, സമീഅ്, ബസീർ, മുത്തക്കല്ലിം. ഇനി ഇവിടെ നിങ്ങൾക്ക് ചോദ്യം വരും ഇങ്ങനെ, ഇതേപോലെ ഒരു ചോദ്യം ഉണ്ടാക്കി നോക്ക്. ആലിമിന്റെ അവിടെ ഇൽമ എന്ന സിഫത്തുള്ളവൻ അള്ളാഹു ഡാഷ് ആകുന്നു, എന്താകുന്നു? ആലിമാകുന്നു. അല്ലെ ഡാഷ് എന്ന സിഫത്തുള്ളവൻ അള്ളാഹു ആലിമാകുന്നു, എന്താണ്? ഇൽമ എന്ന സിഫത്ത്. അങ്ങനെ പഠിക്കുക. സമീഇന്റെ അവിടെ അങ്ങനെ പഠിക്കുക. ബസീറിന്റെ അവിടെ ഇവിടെ ബസർ, മറ്റൊടുത്ത് സംഅ്, മുത്തക്കല്ലിമിന്റെ അവിടെ കലാം. ഓക്കെ. ഇനി ഇവിടെ പഠിക്കേണ്ട എന്താണ്? ഇവക്കെതിരായ കാര്യങ്ങൾ അള്ളാഹുൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിന് മുസ്തഹിൽ എന്ന് പറയുന്നു. അപ്പൊ മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത്? എന്താ? അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തത്. ഇങ്ങനെ പഠിച്ചാൽ മതി. അള്ളാഹുവിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തത്. ഉണ്ടാകാവുന്ന ഏത് കാര്യവും അള്ളാഹുവിന് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ആവാം. ഇതിന് അള്ളാഹുവിന് ജായിസായ സിഫത്ത് എന്ന് പറയുന്നു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്പോസിറ്റുകൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. ബസീറിന്റെ ഓപ്പോസിറ്റ്, മുരീദിന്റെ ഓപ്പോസിറ്റ്, ഖാദിറിന്റെ, സമീഇന്റെ ഒക്കെ ഓപ്പോസിറ്റ്. അവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. വിപരീത പദം കണ്ടെത്താം, കഴിവില്ലാത്തവൻ, ഉദ്ദേശിക്കുന്നവൻ, അങ്ങനെ അത് നല്ലോണം നോക്കുക. പിന്നെ ഈ പാട്ട് പഠിക്കുക. ഈ പാട്ട് നേരത്തെ ഒരു പാട്ട് നമ്മൾ പറഞ്ഞു, ആ പാട്ടും സാധ്യതയുണ്ട്, ഈ പാട്ടും സാധ്യതയുണ്ട്. അള്ളാഹു മൗജൂദും. ഇത് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ സിഫത്താണല്ലോ. അത് കൊല്ലപരീക്ഷയ്ക്ക് നിങ്ങൾ 4ാം ക്ലാസ്സിലേക്ക് ജയിക്കുമ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടോ നോക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് ജയിക്കുമ്പോൾ അപ്പൊ ഇത് നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി വഖായിമുൻ ഗാനി വവാഹിദുൻ വഹൈ ഖാദിർ മുരീദുൻ ആലിമുൻ ബി കുല്ലി ഷൈ സമീഉനിൽ ബാസിർ വൽ മുതകല്ലിമു ലഹു സിഫാത്തുൻ സബ്അത്തുൻ തന്തളിമു ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സംഉൻ ബസർ ഹയാത്തുനിൽ ഇൽമു കലാമുൻ ഇസ്തമർ. അല്ലാഹു അഹദ്. 2ാം പാഠത്തിലേക്ക് എത്തി. അല്ലാഹു അഹദ്. ഇവിടെ ഇപ്പൊ ഈ 4 സിഫത്ത് പഠിക്കുക. എത്ര? 1 2 3 4 8 സിഫത്ത് പഠിക്കാൻ അവിടെ ഉള്ളത് അല്ലെ? ഇവിടെ 8 സിഫത്ത്, ഇവിടെ 5 സിഫത്ത് അല്ലെ? 5 സിഫത്ത് ഈ പാഠത്തിൽ, 8 സിഫത്ത് ഇവിടെ, പിന്നെ 8 5 13, ബാക്കി 7 സിഫത്ത് ഇവിടെയും അല്ലെ? അങ്ങനെയാണ് 20 സിഫത്ത്. നോക്ക. വഹദാനിയത്ത് ഏകത്വം, വഹദാനിയത്ത് ഏകത്വം, വഹദാനിയത്ത് ഏകത്വം, ഇറാദത്ത് ഉദ്ദേശിക്കൽ, ഇറാദത്ത് ഉദ്ദേശിക്കൽ, ഹയാത്ത് ജീവിച്ചിരിക്കൽ, ബസർ കാഴ്ച, ബസർ കാഴ്ച, ബസർ കാഴ്ച, അങ്ങനെ ചൊല്ലി പഠിക്കുക. ഖുദ്റത്ത് കഴിവ്, ഇൽമ് അറിവ്, ഇൽമ് ഇത് എളുപ്പമുണ്ട് പഠിക്കാൻ. ഇൽമ് അറിവ്, ഇൽമ് അറിവ്, സംഅ് കേൾവി, കലാമ് സംസാരം. ഈ വിശേഷങ്ങൾ നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിൻ്റെത് സമ്പൂർണ്ണം സ്വതന്ത്രവുമാണ്. അപ്പോ ഈ ചോദ്യം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എന്താ ചോദ്യം? അള്ളാഹുവിന്റെ സിഫത്തും നമുക്കുള്ള സിഫത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. 2 പോയിന്റ്. നമ്മുടേത് അപൂർണവും അള്ളാഹു നൽകിയതുമാണ്. അള്ളാഹുവിൻ്റെതോ എന്താണ്? സമ്പൂർണവും സ്വതന്ത്രവുമാണ്, സ്വന്തമായുള്ളതുമാണ്. സമ്പൂർണവും സ്വന്തമായുള്ളതും. 2 പോയിന്റ്. A B. സമ്പൂർണ്ണം സ്വന്തമായുള്ളത്. ഇതോ അപൂർണവും അള്ളാഹു നൽകിയതും. സമ്പൂർണ്ണം സ്വന്തം, ഇത് രണ്ടും സാസ് ആണ് അല്ലെ? സമ്പൂർണ്ണം സ്വന്തം, സമ്പൂർണ്ണം സ്വന്തം, സമ്പൂർണ്ണം സ്വന്തം. ഇതോ അപൂർണം അള്ളാഹു നൽകി, അപൂർണം അള്ളാഹു നൽകിയത്. ഇനി ഈ പാഠത്തിൽ പ്രധാനപ്പെട്ട ചോദ്യം, കുൽ ഹു അല്ലാഹു അഹദ് എന്നതിൽ താഴെ പറയുന്ന ആയത്തുകൾ അള്ളാഹുവിന്റെ സിഫത്തുകൾ ഏതെന്ന് സൂചിപ്പിക്കുന്നു? എന്താ? വഹദാനിയത്ത് അല്ലെ? അള്ളാഹു സമദ്, നിരാശ്രയത്വം. ഏതാ? ഇതാ എവിടെ? അത് അപ്പുറത്തെ പാഠത്തിൽ അല്ലെ? ഇതാ സ്വയം നിലനിൽക്കൽ. ഇവിടെ സ്വയം നിലനിൽക്കൽ കണ്ടോ? അതാണ് സ്വമദിന്റെ ഉദ്ദേശം. അടുത്ത വലം യകുല്ലഹു കുഫുവൻ അഹദ്. എന്താ? മുഖാലഫത്തുൽ ഹവാദിസ്. അതവിടെ ഇതാ മുഖാലഫത്തുൽ ഹവാദിസ്. കണ്ടോ? മുഖാലഫത്ത്, സൃഷ്ടികളോട് എല്ലാ നിലക്കും വ്യത്യസ്തമാകൽ. അതാണ്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ വളരെ കൂടുതൽ. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നു വിചാരിച്ച് വരാതിരിക്കില്ല എന്ന് വിചാരിക്കേണ്ട. അങ്ങനൊക്കെ വരും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നതൊക്കെ വരും. പിന്നെ ഇവിടെ നോക്കുക, താഴെ പറയുന്ന സിഫത്തുകളുടെ വിപരീതം ബ്രാക്കറ്റിൽ നിന്ന് കണ്ടെത്താൻ. ഇൽമ്. അപ്പൊ ഇൽമ് പറഞ്ഞാൽ അറിവാണ്. അപ്പൊ അറിവില്ലാത്തത് എന്നുള്ളത് എവിടെയാണോ? അറിവില്ലായ്മ. കണ്ടോ? അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അങ്ങനെ ഓരോന്നും. പിന്നെ അള്ളാഹുവിന്റെ നിർബന്ധമായ സിഫത്തുകളിൽ 3 എഴുതുക. അപ്പൊ നിങ്ങൾ അള്ളാഹുവിന്റെ 5 സിഫത്ത്
നിങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ നിർബന്ധമായ 5 സിഫത്ത് എഴുതുക അല്ലെങ്കിൽ മുസ്തഹീലായ 5 സിഫത്ത് എഴുതുക എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറബി എഴുതാം, മലയാളം എഴുതാം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിക്കാം. അപ്പോൾ എന്താ ചെയ്യുക, ഈ പെട്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര എണ്ണം കിട്ടും? 8 എണ്ണം എഴുതാൻ കിട്ടും അല്ലേ? ഇനി ഇവിടെ ആണെങ്കിലോ 5 എണ്ണം എഴുതാൻ കിട്ടും. ഇനി അതൊന്നും കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ പാട്ടിനെ പഠിച്ചാൽ മതി. ഈ പാട്ടിൽ കുറെ സിഫത്തുണ്ട്, മൗജൂദ്, ഖദീം, ബാക്കി. അപ്പോൾ വുജൂദ്, ഖിദം, ബാക്കി, പിന്നെ ബഖാ, മുഖാലഫത്തുൽ ഹവാദിസ്, പിന്നെ ഖിയാമും ബിൻ നഫ്സ്, അങ്ങനെ ഓരോന്നുണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ സെമീ, ബസീർ, മുത്തക്കല്ലിമ്. കണ്ടോ? ആ പാട്ട് പഠിച്ചാലും മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പാട്ടാക്കിയാൽ മതി. വഹദാനിയത്ത്, ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത്, സംഅ്, ബസർ, കലാമ്. കഴിഞ്ഞ റിവിഷനിൽ ഞാൻ ഏതൊരു പാട്ടുണ്ടാക്കിയിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ പാട്ടുണ്ടാക്കി പഠിച്ചാൽ മതി. അടുത്തത് അള്ളാഹു മൗജൂദ്. ഈ പാടുന്നൊന്നും അധികം ചോദ്യം ഉണ്ടാവില്ല, വളരെ സിമ്പിൾ ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് അപ്പുറത്ത് കുറേ ചോദ്യങ്ങൾ വരാണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം 20 വാജിബായ സിഫത്തുകൾ, 20 മുസ്തഹീലായ സിഫത്തുകൾ, 1 ജായിസായ സിഫത്ത്. ഇതിന്റെ അർത്ഥം ഉണ്ടാവാൻ അനിവാര്യമായത്. എങ്ങനെ എഴുതാൻ നോക്കുക? അനിവാര്യമായത്, അനിവാര്യമായത്, ഉണ്ടാവാൻ പാടില്ലാത്തത്. ഇത് രണ്ടും മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ പൂരിപ്പിക്കാനോ വരും. ഉണ്ടാവാൻ അനിവാര്യമായത് എന്താ? വാജിബ്. ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്തഹീല്, ജായിസായ സിഫത്തും. പിന്നെ അവന് തുല്യമായ ഒരു വസ്തുവുമില്ല, അവൻ മറ്റൊന്നിനെയും ഡാഷ് ആശ്രയിക്കേണ്ടതില്ല. എങ്ങനെ ഇത് നോക്കുക? ആശ്രയിക്കേണ്ടതില്ല. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. പിന്നെ വുജൂദ് ഉള്ളവനായിരിക്കുക, ഖിദമ് തുടക്കമില്ലാത്തവനായിരിക്കുക, ഇല്ലാതിരിക്കൽ, ബഖാ അന്ത്യമില്ലാതിരിക്കുക, മുഖാലഫത്തുൽ ഹവാദിസ് സൃഷ്ടികളോട് എല്ലാ നിലയിലും വ്യത്യസ്തമാകൽ, ഖിയാമു മിൻ നഫ്സ് സ്വയം നിലനിൽക്കൽ. ഇനി ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ലെന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എന്ത് 5-ാം പാഠം മുതൽ അല്ലെങ്കിൽ 6-7 പാഠം മുതൽ നന്നായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.